ബീഹാറിലെ പുതിയ തിരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് 124 വയസ്സായ ഒരു സ്ത്രീ കടന്നുകൂടിയിരിക്കുന്നു. ബ്രഹ്മാവിനെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളെന്ന് കെ മുരളീധരൻ ഇന്നലെ കണ്ടത്. ബീഹാറിലെ 124 വയസ്സുള്ള ഒരു സ്ത്രീ, 124 വയസ്സ് വരെ ജീവിച്ച വനിത ആരാണെന്ന് കണ്ടിട്ട് അതായത് ബ്രഹ്മാവിനെ പോലും ഞെട്ടിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇങ്ങനത്തെ നടപടികൾ നമ്മുടെ രാജ്യത്തിനെ എവിടെ കൊണ്ടെത്തിക്കും? ഇലക്ഷനിൽ തോൽവിയും വിജയമൊക്കെ ഉണ്ടാവും. ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ആ ജനാധിപത്യത്തിന്റെ ഭാഗമുള്ള ഒരു പരാജയത്തിനെ പരാജയമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ ജനവികാരത്തിനെ കള്ളവോട്ട് കൊണ്ടും ആൾമാറാട്ടം കൊണ്ടും അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് ജനാധിപത്യമാണ്. ഇത് ജനാധിപത്യത്തിനെ അട്ടിമറിക്കുന്ന തെളിവുകളാണ് കിട്ടിയത്. ഇതൊക്കെ ഇതിൽ പറയുന്ന ഈ ഫ്ലാറ്റുകൾ പറയുന്ന വോട്ട് ചേർത്തതിനെ കുറിച്ച് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റും പരിശോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ അതിന് തയ്യാറാവില്ല. അങ്ങനെ വന്നാൽ നരേന്ദ്രമോദി സർക്കാർ താഴെ പോകേണ്ട ഒരു അവസ്ഥ.